ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക നന്ദനോട് കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നു. എന്റെ അച്ഛനമ്മമാരുടെ മരണശേഷം എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾ വേറെ ഉണ്ടെന്ന് അറിഞ്ഞത് ഞാൻ ഇന്നലെയാണ്. സത്യത്തിൽ നന്ദേട്ടന് എന്റെ മനസ്സിലുള്ള സ്ഥാനം ഇത്രയും നാളും എന്തായിരുന്നുവെന്ന് നന്ദേട്ടനറിയാം. എന്നാൽ എന്നെ നന്ദേട്ടൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഇന്നലെയായിരുന്നു. ഇനി എന്തായാലും നന്ദേട്ടൻ പറഞ്ഞതുപോലെ നമുക്കിടയിൽ പരിഭവമോ ഇനി വഴക്കോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇനി മുതൽ നന്ദേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല ഭാര്യയായി ഞാൻ ജീവിക്കും, അത് തീർച്ചയാണ് എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ നന്ദൻ അവന്തികയെ തിരികെ വിളിക്കുന്നു. അവന്തികയെ നീ കരുതുന്ന പോലെ എന്ന് പറഞ്ഞ് നന്ദൻ അവന്തികയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്തിക നന്ദന്റെ വാക്കുകളെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവന്തിക നന്ദനോട് പറഞ്ഞു, ഇനിയും എന്നെ വേദനിപ്പിക്കരുത് നന്ദേട്ട. ഇനിയും നന്ദേട്ടൻ എന്റെ ഈ സ്നേഹം തിരിച്ചറിയാതെ പഴയതുപോലെ നമ്മൾ വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഞാൻ അഭിനയിക്കുകയായിരുന്നെങ്കിൽ പോലും നമ്മൾ എത്ര സ്നേഹത്തോടെയായിരുന്നു അന്ന് കഴിഞ്ഞത്, അതുപോലെ ഒരു ജീവിതം ഇനി നമുക്ക് ഇന്നു മുതൽ ആരംഭിക്കാം എന്ന് പറഞ്ഞ് അവന്തിക നന്ദന്റെ അരികിൽ നിന്ന് മടങ്ങുന്നു. നന്ദൻ അവന്തികയോട് തന്റെ മാനസികാവസ്ഥ എന്തെന്ന് പറഞ്ഞറിയിക്കാൻ ശ്രമിക്കും തോറും അതിനുള്ള സമയം പോലും അനുവദിക്കാതെ നന്ദന്റെ വാക്കുകൾ കേൾക്കാൻ പോലും നിൽക്കാതെ അവന്തിക അവിടെ നിന്ന് മാറുമ്പോൾ നന്ദൻ ആകെ ആലോചനയിൽ മുഴുകി നിന്നു. അപ്പോഴേക്കും അവന്തിക നന്ദനെ വീഴ്ത്തിയതിന്റെ സന്തോഷത്തിൽ നന്ദനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ പക വീട്ടാനായി നന്ദനെ കരുവാക്കുന്നതിന്റെ സന്തോഷത്തിൽ അവന്തിക നിൽക്കുമ്പോൾ നന്ദന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളുമായിരുന്നു. ബാറിൽ നിന്ന് വണ്ടിയിൽ കയറാനായി താൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് എത്തിയ സന്ധ്യ ഡോക്ടർ തനിക്ക് ലിഫ്റ്റ് തന്നതും തിരിച്ച് നെല്ലിശ്ശേരിയിൽ കൊണ്ടുവന്ന് വിട്ടതും അതിനുശേഷം അകത്തേക്ക് കയറി വന്ന് തന്നെ താങ്ങി പിടിച്ചുകൊണ്ട് അവന്തിക റൂമിലേക്ക് വന്നതുമായിട്ടുള്ള രംഗങ്ങൾ നന്ദന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് സച്ചിയുടെ അരികിലേക്ക് അർച്ചന ചായയുമായി എത്തിയത്. അർച്ചന ചായ കൊണ്ടുവന്ന് സച്ചിയെ വിളിച്ചുണർത്തി. ഗുഡ് മോർണിംഗ് അർച്ചന എന്ന് സച്ചി വിഷ് ചെയ്തിട്ടും അർച്ചന മറുപടി ഒന്നും പറയാതെ വിഷമത്തോടെ ആ ചായ ടേബിളിലേക്ക് വെച്ച് ആകെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് സച്ചി ചോദിച്ചു, എന്താണോ ഇത്ര രാവിലെ താനാകെ മൂഡ് ഓഫ് ആയി നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അർച്ചന ഒന്നുമില്ല എന്ന് മറുപടി നൽകി. സച്ചി അത് കേട്ടതും അർച്ചനയോട് പറഞ്ഞു, എടോ ഒന്നുമില്ല എന്ന് താൻ പറഞ്ഞാലും അങ്ങനെയല്ല എന്ന് തനിക്കും എനിക്കും സത്യാവസ്ഥ അറിയാം, പിന്നെ എന്തിനാണ് നമുക്കിടയിൽ അങ്ങനെ ഒരു നുണ പറയുന്നത് എന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അല്ല സച്ചിയേട്ടാ, ഈ എല്ലാവർക്കും എന്താ പ്രശ്നം? വിവാഹം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഒരു കുഞ്ഞായില്ല എങ്കിൽ ആളുകൾ എന്തൊക്കെയായി പറയുന്നത്? അല്ല ഇവർക്കൊക്കെ എന്താ പ്രശ്നം? നമുക്കില്ലാത്ത പ്രശ്നമാണല്ലോ നമുക്ക് ചുറ്റുമുള്ളവർക്ക് എന്ന് സച്ചിയോട് അർച്ചന പരിഭവരൂപേണ പറഞ്ഞു. അത് കേട്ട സച്ചി ചോദിച്ചു, അല്ല തനിക്കിപ്പോ എന്താ സംഭവിച്ചത്? തന്നോട് ഇപ്പൊ ആരാ കാര്യം ചോദിച്ചത് എന്ന് അർച്ചനയോട് സച്ചി ചോദിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ദാ ഇപ്പോ അവസാനമായി എന്നോട് ചോദിച്ചത് അമ്പിളി ചേച്ചിയാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം, എത്രയും വേഗം നമുക്ക് മറ്റൊരു ഡോക്ടറെ കാണണം. അത് കേട്ടാ സച്ചി ചോദിച്ചു, ഇനി എന്തിനാണോ നമ്മൾ വേറൊരു ഡോക്ടറെ കാണുന്നത്? സന്ധ്യ ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്തതല്ലേ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടൻ അന്ന് സന്ധ്യ ഡോക്ടർ നമ്മളോട് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അത് ശരി തന്നെയാണ്. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സങ്കടമാകണ്ട എന്ന് കരുതി മനഃപൂർവ്വം സന്ധ്യ ഡോക്ടർ മറച്ചു വെച്ചതായാലോ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടില്ലേ ലക്ഷ്മി എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു. ആ ലക്ഷ്മി, എന്താ ലക്ഷ്മിക്ക് എന്താ എന്ന് സച്ചി അന്വേഷിച്ചതും അർച്ചന പറഞ്ഞു, അതെ സച്ചിയേട്ടാ, ലക്ഷ്മി എന്നോട് പറഞ്ഞു ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലില് പുതിയൊരു ഗൈനക്കോളജിസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോ നമുക്ക് ആ ഡോക്ടറെ പോയെന്ന് കണ്ടാലോ? അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഡോക്ടറെ പോയെന്ന് കൺസൾട്ട് ചെയ്തിട്ട് വരാം. അത് കേട്ടാ സച്ചി ചോദിച്ചു, എടോ അതിന്റെ ആവശ്യമുണ്ടോ? സന്ധ്യ ഡോക്ടർ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ ഇനിയും നമ്മൾ മറ്റൊരു രീതിയിൽ സന്ധ്യ ഡോക്ടറെ കുറ്റപ്പെടുത്തുന്ന പോലെ, സന്ധ്യ ഡോക്ടറെ വിശ്വാസമല്ലാത്തതുപോലെ നമ്മൾ പെരുമാറേണ്ടതുണ്ടോ എന്ന് അർച്ചനയോട് സച്ചി അന്വേഷിച്ചു. അത് കേട്ടതും സച്ചിയോട് അർച്ചന പറഞ്ഞു, തൽക്കാലം നമ്മൾ മറ്റു ഡോക്ടറെ കാണാൻ പോകുന്ന വിവരം സന്ധ്യ ഡോക്ടർ അറിയണ്ട. ഡോക്ടർക്ക് അത് വിഷമമായാലോ? അതിനേക്കാൾ ഉപരി ഡോക്ടർ ഇക്കാര്യം അറിയണ്ട എന്നതോടൊപ്പം തന്നെ ഈ വീട്ടിൽ ആരും തന്നെ ആ കാര്യം അറിയണ്ട. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാം. പക്ഷെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം സച്ചിയേട്ടൻ ഓർത്തോണം, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന വിവരം ഈ വീട്ടിലെന്നല്ല ആരും അറിയണ്ട, അതാ നല്ലത് എന്ന് അർച്ചന സച്ചിയെ ഓർമ്മിപ്പിച്ചു. അത് കേട്ട ഉടനെ തന്നെ അർച്ചന സച്ചിയെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം അർച്ചനയുടെ ആ ആശങ്ക അപ്പോൾ തന്നെ സച്ചിയോട് പറഞ്ഞത് കേട്ട് സച്ചിക്കും കാര്യങ്ങൾ മനസ്സിലായി. ഉടനെ തന്നെ അർച്ചന സച്ചിയോട് പറഞ്ഞതൊക്കെ കേട്ട് സച്ചി ചോദിച്ചു, അതെ നമുക്ക് പോണെന്ന് നിർബന്ധമാണോടോ?
അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ സച്ചിയേട്ടാ, എന്തായാലും നമുക്ക് പോണം, പോകാതിരിക്കാൻ പറ്റില്ല. സച്ചിയേട്ടൻ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കണം, അതുകൊണ്ടാണ് ഞാൻ സച്ചിയേട്ടന് നിർബന്ധം പറയുന്നത് എന്ന് അർച്ചന വീണ്ടും പറഞ്ഞത് കേട്ട് സച്ചി പറഞ്ഞു, ശരി, എന്നാ നമുക്ക് പോകാം. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പോകാമെന്ന് പറഞ്ഞ കൂടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. നമ്മള് ഇന്ന് തന്നെ പോണെന്ന് ഇത്ര നിർബന്ധമുണ്ടോ? ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് നാളെയോ മറ്റന്നാളോ പോയാ പോരെ എന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, പോരാ സച്ചിയേട്ടാ, ഇന്ന് തന്നെ നമുക്ക് പോണം. ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കണ്ട. നമുക്ക് ഉടനെ തന്നെ പോയി ഡോക്ടറെ കണ്ടുകളയാം. അത് മതി, അതിനപ്പുറമുള്ള കാര്യങ്ങൾ മതി. നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ ആവശ്യത്തിനാണ്, കുഞ്ഞിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയേറെ തിടുക്കം കാട്ടുന്നതോടൊപ്പം അതിനു വേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണ്ടേ? കുഞ്ഞിന് വേണ്ടി നമ്മൾ ഇതെങ്കിലും ചെയ്യണ്ടേ എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞതും സച്ചി മനസ്സോടെ ശരി, പോകാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അർച്ചനയുടെ ആഗ്രഹം സച്ചി സഫലമാക്കി കൊടുക്കാൻ തീരുമാനിക്കുന്നതോടൊപ്പം അവിടെ ചെന്നാൽ സത്യങ്ങൾ ആ ഡോക്ടർ അർച്ചനയോട് പറയില്ലേ എന്നതായിരുന്നു സച്ചിയുടെ മനസ്സിനെ അലട്ടിയത്. അപ്പോഴേക്കും അവർ ഇരുവരും കൂടി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഗൈനക്കോളജിസ്റ്റിന്റെ മുന്നിലേക്ക് എത്തിയതും ഡോക്ടർ അർച്ചനയും സച്ചിയെയും നോക്കിയിട്ട് പറഞ്ഞു, മുമ്പൊരു ഡോക്ടർ നിങ്ങളെ ചികിത്സിച്ച് നിങ്ങളെ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും എന്റെ അരികിലേക്ക് വന്നത് എന്ന് ഡോക്ടർ അന്വേഷിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അത് മറ്റൊന്നും കൊണ്ടല്ല ഡോക്ടർ, ആ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഷമമാകണ്ട എന്ന് കരുതി അത് ഞങ്ങളോട് മറച്ചു വെച്ചതാണെങ്കിലോ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ അർച്ചനയോട് ഡോക്ടർ പറഞ്ഞു, അങ്ങനെ ഒരു കാരണവശാലും ഒരു ഡോക്ടറും ചെയ്യില്ല. പ്രത്യേകിച്ച് നിങ്ങളുമായിട്ട് ഇത്രയേറെ അടുപ്പമുണ്ട് എന്ന സ്ഥിതിയിൽ ഒരിക്കലും ഇക്കാര്യം മറച്ചു വെക്കില്ല. അതാണ് എന്റെ ഒരു വിശ്വാസം. അതാ തന്നെയാണ് ഒരു മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സംശയം ഇനിയും അതുപോലെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പരിശോധിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഡോക്ടറുമായി സംസാരിച്ചിരിക്കുമ്പോൾ അർച്ചനയോട് ഡോക്ടർ പറഞ്ഞു, തൽക്കാലം സച്ചി പുറത്തിറങ്ങിക്കൂ, ഞാൻ അർച്ചനയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞ് സച്ചിയോട് പുറത്തേക്ക് പോയിക്കോളാനായി ഡോക്ടർ അറിയിച്ചു. അങ്ങനെ സച്ചി ആകെ വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയും അർച്ചന ഡോക്ടറുമായി സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇനിയും വൈകുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് സങ്കടമാകുന്ന കാര്യം. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായി കാണാൻ വല്ലാത്ത അതിയായ മോഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര തിടുക്കപ്പെട്ട് ഡോക്ടറെ കാണാൻ എത്തിയത് എന്ന് അർച്ചന ഡോക്ടറോട് അറിയിച്ചു. അത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, അതിനെന്താ, നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞ് അർച്ചനയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ടെസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴാണ് അനൂപ് നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ജോയിൻ ചെയ്തത്. കമ്പനിയിലേക്ക് അനൂപ് എത്തിയതും അനൂപ് അന്ന് തന്നെ അവിടെ ജോയിൻ ചെയ്തതോടൊപ്പം ഇന്ന് ജോലിക്ക് ഇവിടെ നിൽക്കുകയല്ലേ എന്ന് നന്ദൻ അന്വേഷിച്ചു. അതെ, ഇന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ ജോലി ആരംഭിക്കുകയാണെന്ന് നന്ദനോട് അനൂപ് മറുപടി നൽകിയതും അവിടെ നന്ദനോ മറ്റുള്ള സ്റ്റാഫുകളെയെല്ലാം അക്കൗണ്ട് സെക്ഷനുള്ള മറ്റുള്ള സ്റ്റാഫുകളെയൊക്കെ നന്ദൻ അനൂപിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ബാക്കി എല്ലാവരും വഴി അനൂപിന് പരിചയപ്പെടാം. ഇവരെല്ലാവരും അനൂപിന് എന്ത് സംശയമുണ്ടെങ്കിലും അതിനെല്ലാം സഹായിക്കുമെന്നും ഇനി അഥവാ ഇനി എന്തെങ്കിലും ഡൗട്ട് വേറെ ഉണ്ടെങ്കിൽ അത് സച്ചിയോടും എന്നോടും അനൂപിന് ചോദിക്കാമെന്നും നന്ദൻ അറിയിച്ചു. അങ്ങനെ സന്തോഷത്തോടെ നന്ദൻ ഷെയ്ഖാന്റെ കൊടുത്ത് അവിടെയുള്ള മറ്റു സ്റ്റാഫുകളെ അക്കൗണ്ട് സെക്ഷനുള്ള ആളുകളോടൊപ്പം നന്ദൻ തന്റെ ആ സീറ്റിലേക്ക് പോകുന്നു. അപ്പോഴാണ് അർച്ചനയെ പരിശോധിച്ചതിന് ശേഷം സച്ചിയെ കൂടി അരികിലേക്ക് വിളിപ്പിച്ചു. അർച്ചനയോടും സച്ചിയോടും ഡോക്ടർ അക്കാര്യം പറയാനായി തയ്യാറായി. ഡോക്ടർ പറഞ്ഞു, ഞാൻ ഈ വിവരം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്. അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോ ഞാൻ ഈ പറയുന്നത് വെച്ച് നിങ്ങൾ ആകെ തകർന്നു പോവുകയോ വിഷമിക്കുകയൊന്നും ചെയ്യരുത് എന്ന് അർച്ചനയോടും സച്ചിയോടും സംസാരിച്ചുകൊണ്ട് ഡോക്ടർ പറയാൻ തുടങ്ങി. അർച്ചന ഒരിക്കലും എന്ന് പറഞ്ഞതും പെട്ടെന്ന് സച്ചി ഡോക്ടറെ തടഞ്ഞു. ഡോക്ടർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. ഡോക്ടർ അതിശയത്തോടെ സച്ചിയെ നോക്കിയതും ഡോക്ടർ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് സച്ചി ഡോക്ടറോട് അറിയിച്ചു. എന്താ എന്നുള്ള രീതിയിൽ ഡോക്ടർ നോക്കിയതും ഡോക്ടർ പറഞ്ഞു, ഡോക്ടറോട് സച്ചി തനിക്ക് പേഴ്സണൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും അർച്ചന ഒന്ന് പുറത്തിറങ്ങിയിരിക്കാവോ, എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് സച്ചി അറിയിച്ചു. അത് കേട്ട ഉടനെ അർച്ചനയ്ക്ക് ആകെ ടെൻഷനായി. അർച്ചനയോട് സച്ചി പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങി വരും. അർച്ചന ഒന്ന് പുറത്തിറങ്ങി നിൽക്ക്, ഞാൻ വിളിപ്പിക്കാം എന്ന് പറഞ്ഞതും അർച്ചന വല്ലാത്ത ആശങ്കയോടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് സച്ചി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ പറയാൻ വന്നത് എന്താണെന്ന് എനിക്കറിയാം. അർച്ചന ഒരിക്കലും
ഒരു അമ്മയാവില്ല എന്നുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചതും ഉടനെ അതിശയത്തോടെ ഡോക്ടർ വാട്ട് എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് സച്ചി ആ സത്യം വെളിപ്പെടുത്തിയത്. ഡോക്ടർ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ മറ്റൊരു ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞിരുന്നില്ലേ? ആ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചില്ലേ? ഡോക്ടർ അന്ന് തന്നെ ഈ സത്യാവസ്ഥ എന്നോട് തുറന്നു പറഞ്ഞിരുന്നു. അർച്ചനയ്ക്ക് അത് വിഷമമാകുമെന്ന് കരുതി എന്റെ ഒരു ആഗ്രഹം കൊണ്ടും എന്റെ ഒരു അപേക്ഷ കൊണ്ടും മാത്രമാണ് ഡോക്ടർ ആ സത്യം അർച്ചനയോട് പറയാതെ മറച്ചു വെച്ചത്. അർച്ചന ഈ കാര്യം അറിഞ്ഞാൽ ആകെ തകർന്നു പോകും ഡോക്ടർ എന്ന് ഡോക്ടറോട് സച്ചി വിഷമത്തോടെ അറിയിച്ചു. അത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, സച്ചിയുടെ ഈ തീരുമാനത്തോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ സത്യം ആ പെൺകുട്ടി അറിയേണ്ടത് തന്നെയാണ്. അവളോട് ഇത് മറച്ചു വെച്ച് വീണ്ടും വീണ്ടും അവൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് ആ കുട്ടി സത്യാവസ്ഥ അറിയട്ടെ എന്ന് സച്ചിയോട് വീണ്ടും ഡോക്ടർ അറിയിച്ചു. ഡോക്ടർ പറഞ്ഞത് കേട്ട് സച്ചി പറഞ്ഞു, ഡോക്ടർ, ഇപ്പോ ഈ കാര്യം എന്റെ അർച്ചനയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് സച്ചി അർച്ചന തന്നോട് മുമ്പ് ഒരു വട്ടം പറഞ്ഞ കാര്യം ഡോക്ടറോട് പങ്കുവെക്കണം. ഇനി നമുക്ക് ഒരു കുഞ്ഞുണ്ടാകാത്തതിന്റെ കാരണം പരിശോധിച്ചു കഴിയുമ്പോൾ ഇനി എനിക്കാണ് എന്തെങ്കിലും പ്രശ്നമെന്ന് അറിഞ്ഞാൽ സച്ചിയുടെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയത്തില്ലാത്ത എന്റെ ഈ ജീവിതം ഞാനങ്ങ് വേണ്ടെന്ന് വെക്കുമെന്നുള്ള അർച്ചനയുടെ വാക്കുകൾ സച്ചി വേദനയോടെ ഡോക്ടറോട് പങ്കുവെക്കണം. അത് കേട്ട ആ നിമിഷം ഡോക്ടർ സച്ചിയോട് പറഞ്ഞു, അത് അന്നത്തെ ആ സാഹചര്യത്തിൽ അർച്ചന അങ്ങനെ പറഞ്ഞതായിരിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരിക്കൽ പേരും അർച്ചന അന്ന് കരുതിയിട്ടും ഉണ്ടാവില്ല. എങ്കിലും ആ കുട്ടിയോട് ഇത് മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല. ഒരു കുഞ്ഞിനെ സ്വപ്നം കണ്ട് ആ കുട്ടി ജീവിതം തള്ളി നീക്കുന്നത് അത് നിങ്ങൾ ആ കുട്ടിയോട് കാണിക്കുന്ന വലിയൊരു ക്രൂരത തന്നെയാണ്. സത്യാവസ്ഥ ആ കുട്ടി അറിയട്ടെ. പിന്നെ എത്രയോ ആളുകൾ ഇങ്ങനൊരു അവസ്ഥയിൽ സത്യങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞ് സന്തോഷപൂർവ്വം ജീവിക്കുന്നുണ്ടെന്ന് സച്ചിക്കറിയാവല്ലോ എന്ന് ഡോക്ടർ അറിയിച്ചു. അത് കേട്ടതും സച്ചി പറഞ്ഞു, ഡോക്ടർ, ഒരിക്കലും എന്റെ അർച്ചനയ്ക്ക് ഒരു കാരണവശാലും വേദനയുണ്ടാകുന്ന കാര്യങ്ങൾ ഡോക്ടർ പറയരുത്. ഇനി ഡോക്ടർക്ക് ഇത് പറഞ്ഞേ തീരുമെന്നുണ്ടെങ്കിൽ ഡോക്ടർ മറ്റൊരു ഹെൽപ്പ് എനിക്ക് ചെയ്യണം. അത് കേട്ട ഉടനെ ഡോക്ടർ ചോദിച്ചു, എന്താ സച്ചി പറയുന്നത് എന്ന് ചോദിച്ചതും സച്ചി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം ഡോക്ടറോട് പറയാനുണ്ട്. എനിക്ക് വേണ്ടി ഈ ഒരു സഹായം ഡോക്ടർ ചെയ്യണം എന്ന് സച്ചി ഡോക്ടറോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് പുറത്തിരുന്ന അർച്ചന വല്ലാത്ത ആശങ്കയിലായി. എന്തായിരിക്കും ഡോക്ടറോട് സച്ചിയിടം പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും അവർ തമ്മിലുള്ള ഡിസ്കഷൻ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ അർച്ചനയെ സച്ചി പുറത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു. സച്ചി അർച്ചനയുടെ അരികിലെത്തി പറഞ്ഞു, എടോ, തന്നെ ഡോക്ടർ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അത് കേട്ട ഉടനെ അർച്ചന ചോദിച്ചു, എന്താ സച്ചിയേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആകെ ആശങ്കയോടെ സച്ചിയോട് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, താൻ സമാധാനത്തോടു കൂടി ചെല്ല്, കുഴപ്പമൊന്നും ഇല്ലടോ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ ആശ്വസിപ്പിച്ചു. ആകെ ടെൻഷനായ മനസ്സുമായിട്ട് അർച്ചന ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി പോകുന്നു. ഈ സമയത്ത് സച്ചി അർച്ചനയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയും ഡോക്ടർ അരികിലേക്ക് അർച്ചന ചെന്നാൽ ഡോക്ടർ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടും സച്ചി വല്ലാത്ത വേദനയോടെ നോക്കുന്നു.